പാലക്കാടിന് പിന്നാലെ നിലമ്പൂരിലും പെട്ടി വിവാദം. ഇന്നലെയാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ച കാർ തടഞ്ഞ് പെട്ടി പുറത്തെടുത്ത് പോലീസ് പരിശോധിച്ചത്. പുസ്തകങ്ങളും വസ്ത്രങ്ങളുമാണ് പെട്ടിയിലുണ്ടായിരുന്നത്. പരിശോധനയ്ക്കിടെ പോലീസുമായി കൊമ്പുകോർത്ത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും. ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാ വരുന്നത് കേട്ടോ. മോനെ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടി ഒന്നും പരിശോധിക്കുന്നില്ല, ഉദ്ദേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. ആ MP-മാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ട് MP-മാരുടെ വണ്ടി ചെയ്തോട്ടെ, UDF-ന്റെ മാത്രം. എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പെട്ടി തുറക്കാൻ മനസ്സിലായില്ലേ? ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ. എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ട രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ട പണി എടുക്കണമെങ്കിൽ ഒരു പണി ചെയ്താൽ അതങ്ങോട്ട് CPM-ന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളെ കൂടെ സൂചിപ്പിക്കാൻ നീ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളും അല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ നിന്റെ സർവീസ്. നോക്കേട്ടാ, അത് നോക്കട്ടെ, നിങ്ങൾ നാളെ ചെയ്താൽ മതി. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടത് മന്ത്രിമാരെ വണ്ടി MLA-മാരുടെ വണ്ടി വെട്ടാൻ എന്താ ചെയ്യുന്നത്? ഒരു വണ്ടി തുറന്നത് കണ്ടിട്ടുണ്ട്, ഒരു മന്ത്രി വണ്ടികൾ തുറന്നിട്ടുണ്ട്. എന്നാൽ പരിശോധനയിൽ പരാതിയില്ലെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ഉദ്ദേശമാണ് ചോദ്യം ചെയ്തത്. തങ്ങൾ പറഞ്ഞിട്ടാണ് പെട്ടി തുറന്നതെന്നും ഷാഫി. പൂർണ്ണമായും ആ പരിശോധനയായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ വണ്ടി നിർത്താതെ പോയിട്ടില്ല, വണ്ടി നിർത്തിയിട്ടുണ്ട്, ഡിക്കി തുറക്കാതിരുന്നിട്ടില്ല, പെട്ടി പുറത്തെടുക്കാതിരുന്നിട്ടില്ല, പെട്ടി തുറക്കാതിരുന്നിട്ടില്ല, എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിച്ചു. ഇതുവഴി ഒരുപാട് വാഹനങ്ങൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ കടന്നു പോകുന്നുണ്ട്. അവരുടെ ആരുടെയെങ്കിലും നിങ്ങൾ പരിശോധിച്ചോ? അതൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒരാളുടെയും പരിശോധിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പരിശോധനയോടുള്ള ആത്മാർത്ഥതയാണ് ഈ പരിശോധിക്കണം. ഇനി അത്ര ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ളതാണെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ മറ്റെല്ലാവരുടെയും പരിശോധിക്കണമായിരുന്നു. അതിന് അവർക്ക് തന്നെ ഒരു എക്സാമ്പിളും കോട്ട് ചെയ്യാനില്ല. ഇന്റൻഷൻ പരിശോധനയായിരുന്നെങ്കിൽ ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു വാക്ക് പോലും മോശമായിട്ട് പറയാൻ ആഗ്രഹിച്ചിട്ടില്ല. വളരെ സോഫ്റ്റായിട്ട് ഞാൻ തന്നെ അതെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചു കൊടുത്തത്. പക്ഷെ അത് പുറത്തേക്ക് വെച്ചപ്പോഴത്തേനാ ഇനി പോട്ടെ, അപ്പം എന്താ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയണ്ടേ? അപമാനിക്കപ്പെട്ടതുകൊണ്ടാണ് തട്ടിക്കയറിയതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഉദ്യോഗസ്ഥന് ജനങ്ങൾ പാരിതോഷികം നൽകും എന്നാണ് ഉദ്ദേശിച്ചതെന്നും രാഹുൽ. ഇപ്പം നമ്മളെ തുടക്കം തൊട്ട് വളരെ ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. വളരെ ഇറിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നിപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ എത്ര തവണയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നത്? എപ്പോഴെങ്കിലും ഇവർ കൈ കാണിക്കാറുണ്ടോ? ഞങ്ങൾ എല്ലാവരും പറയും, ഞങ്ങളതൊരു തമാശയായിട്ടാണ് എടുത്തത്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു, MP-യോട് ഡിക്കി തുറക്കാൻ പറയുന്നു, ഡിക്കി തുറക്കുന്നു, പെട്ടിയെടുത്ത് വെളി വെക്കാൻ പറയുന്നു, പെട്ടിയെടുത്ത് വെളി വെക്കുന്നു. അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു പെട്ടിയെടുത്ത് പുറത്ത് വെച്ചാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു വണ്ടി റാൻഡം ചെക്കിംഗ് ആയിക്കോട്ടെ, അവർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ. രണ്ടായാലും ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടിയെടുത്ത് അടച്ചിരിക്കുന്ന പെട്ടി പുറത്തെടുത്ത് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവർക്ക് എങ്ങനെയത് ബോധ്യമാവുക? അതപ്പോൾ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. കാരണം അവിടെ കുറേ ആളുകളുണ്ട്, അപ്പോൾ പറഞ്ഞ് ഞങ്ങളത് ബോധ്യപ്പെട്ടു. നമ്മൾ അതെങ്ങനെയാണ് ബോധ്യപ്പെടുന്നത്? ഞാൻ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എക്സ്റേ ലെൻസ് വല്ലതുമാണ് കണ്ണിലുള്ളത്? കാരണം ഈ അടഞ്ഞിരിക്കുന്ന പെട്ടിക്കകത്തൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ എന്തെങ്കിലും എക്സ്റേ ലെൻസ് ഉണ്ടോ? ആ വിഷ്വൽസ് ഒക്കെ തരാം. അതേസമയം പെട്ടി പരിശോധന വിവാദമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. പാലക്കാട്ടെ പെട്ടി വിവാദം പോലെ ഇതും ആസൂത്രിതമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ജനപ്രതിനിധികളെ അവഹേളിക്കാനാണ് പരിശോധന. പാലക്കാട്ടെ തനി ആവർത്തനമാണ് നടന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. രണ്ട് ജനപ്രതിനിധികൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കേരളത്തിൽ അറിയപ്പെടുന്ന ജനപ്രതിനിധികളാണ്. അവരുടെ വാഹനമാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് കൈനീട്ടി നിർത്തുകയും അവർ പരിശോധന സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നത്? ഒരു പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ വാഹനം അങ്ങനെ കയറി ഡോറ് തുറന്ന് ഡിക്ക് തുറന്ന് ബാഗ് തുറന്ന് പരിശോധിക്കലുണ്ടോ? ആരുടെയെങ്കിലും പരിശോധിച്ചോ? പാലക്കാട്ട് പയറ്റിയ പെട്ടി പരിശോധന, വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള റൂം പരിശോധന, വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ടുള്ള പരിശോധന, ആ പരിശോധനയുടെ മറ്റൊരു രൂപമാണ് അല്ലെങ്കിൽ തനിയാവർത്തനമാണ് നിലമ്പൂരിൽ കണ്ടത്.
ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നത് താന്തോന്നി തരമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മറച്ചുവെക്കാനുള്ളവർക്കേ ആശങ്കയും അമർഷവും ഉണ്ടാവുകയുള്ളൂ. UDF ഒരു രാഷ്ട്രീയവും പറയാനില്ലാതെ നിരായുധീകരിക്കപ്പെട്ടുവെന്നും MV ഗോവിന്ദൻ പറയുന്നു. മാത്രം അവമാനിക്കാനും മറ്റുള്ളവരെല്ലാം പരിശോധിക്കുമ്പോൾ അവരെ സ്നേഹിക്കാനുമാണ്. അതൊരു പുതിയ സംഭവമല്ല. നിരായുധീകരിക്കപ്പെട്ട UDF-നെയാണ് ഇവിടെ കാണുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് പറഞ്ഞു തുടങ്ങിയ പെൻഷൻ്റെ കാര്യം മുതൽ പെൻഷൻ കൈക്കൂലിയാണ് എന്നാദ്യം പറഞ്ഞു. പിന്നീട് ഹിന്ദു മഹാസഭ ഉൾപ്പെടെയുള്ളവരെല്ലാം ചേർന്നിട്ടാണ് എന്ന് പറഞ്ഞു. എല്ലാം പൊളിഞ്ഞ് താമ്പോറായപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യവും പറയാനില്ലാതിരിക്കുമ്പോൾ ഓരോന്ന് പറയുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. പരിശോധനയുടെ ഭാഗമായിട്ട് നിരവധി വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിലെന്താ ഇപ്പോൾ അത്ഭുതമുള്ളത്? നിലമ്പൂരിലെ പെട്ടിവിവാദം പിള്ളക്കളി എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നിലമ്പൂരിൽ രാഷ്ട്രീയം പറയാതെ അനാവശ്യ വിവാദങ്ങളിലേക്ക് വഴി തിരിച്ചുവിടുന്നു. ഈ ഗിമ്മിക്സ് അല്ല രാഷ്ട്രീയ പ്രവർത്തനം. ഒടുക്കൈകളും പ്രചാരവലയും കൊണ്ട് രാഷ്ട്രീയത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാവുന്ന ആർക്കും വ്യാമോഹം വേണ്ട. യഥാർത്ഥ പ്രശ്നം ജനങ്ങളുടെ ജീവിതം, നാടിൻ്റെ ഭാവി, നാടിൻ്റെ വികസനമൊക്കെ തന്നെയാണ്. അതെല്ലാം പറയേണ്ടടുത്ത് പെട്ടി എപ്പോഴും ഒരുമാതിരി പിള്ളകളിയാണ്. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, രാഷ്ട്രീയം ചെയ്തുകൊണ്ട്, രാഷ്ട്രീയത്തിൻ്റെ നിലപാട് പറഞ്ഞുകൊണ്ട് മത്സരിക്കാനും ജയിക്കാനും കഴിയുമെങ്കിൽ ഈ പെട്ടി എപ്പോഴും പറയേണ്ട കാര്യമില്ല. അതില്ലാതാകുമ്പോഴത്തേക്കുമാണ് പെട്ടിയെപ്പറ്റി മാത്രം ചിന്തിക്കുന്നത്. അതൊന്നും ഒരു വലിയ കാര്യമുള്ള കാര്യമല്ല. ഒരു നാടകത്തോടും പ്രതികരിക്കാനില്ലെന്ന് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുടെ വാഹനങ്ങൾ പരിശോധിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കുന്നതിനെ പറ്റി ബന്ധപ്പെട്ടവർ ആലോചിക്കട്ടെ. വിവാദങ്ങൾക്ക് പുറകെയില്ലെന്നും സ്വരാജ്. തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പരിശോധന പണ്ടുപോലെ ഉള്ളതും സുതാര്യത ഉറപ്പാക്കാൻ സഹായിക്കുന്നതുമാണ്. ഇനിയിപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ വാഹനം പരിശോധിക്കാൻ പാടില്ല എന്നൊരു പ്രത്യേക നിയമം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ബന്ധപ്പെട്ടവർ ആലോചിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു വിവാദത്തിനും ഞങ്ങളില്ല. വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദാണ് നമുക്കിപ്പം ചേരുന്നത്. എന്തായാലും ഈ ഒരു തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. വീണ്ടും ഒരു നിലമ്പൂരിലും പെട്ടി വിവാദം ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാവരുടെയും ഈ ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പെട്ടികൾ പരിശോധിക്കും. അത്തരത്തിൽ പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണം. എന്നാൽ പെട്ടി തുറന്നു പരിശോധിച്ചില്ലല്ലോ എന്നാണ് ഷഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ചോദിക്കുന്നത്. നേതാക്കളുടെ അടക്കം പ്രതികരണങ്ങളെല്ലാം നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇതിൽ നിന്നും എന്താണ് ഈ ഒരു സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പരിശോധന അത് നിയമപ്രകാരം നടക്കുന്ന സാധാരണ പരിശോധനയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും നടക്കുന്ന പരിശോധനയാണ്. നിലമ്പൂരിലും സമാനമായ രീതിയിൽ ഇതുപോലെ 3 സ്ക്വാഡുകൾ ഇതുപോലെ വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. സ്വാഭാവികമായും UDF പറയുന്നത് UDF MPമാരുടെയും MLAമാരുടെയും മാത്രം വാഹനം തിരഞ്ഞു പിടിച്ച് പരിശോധിച്ചു എന്നുള്ളതാണ് UDF-ന്റെ ആക്ഷേപം. മാത്രമല്ല, ഇത്തരത്തിൽ പരിശോധന നടത്തിയ സമയത്ത് തങ്ങളോട് മാന്യതയില്ലാതെ പെരുമാറി എന്നുള്ള കാര്യവും ഇത്തരത്തിൽ UDF-ന്റെ MLA ഷാഫി പറമ്പിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ആരോപിക്കുന്നു. അങ്ങനെ മാന്യതയില്ലാതെ പെരുമാറിയത് കൊണ്ടാണ് കയർത്ത് സംസാരിക്കേണ്ടി വന്നത്. ഒരു ഘട്ടത്തിൽ ഈ പരിശോധന നടത്താൻ, അതായത് വാഹനം നിർത്തുന്നു, തങ്ങൾ വെളിയിലിറങ്ങുന്നു, അതിനുശേഷം പെട്ടിയെടുത്ത് താഴെ വെക്കുന്നു. എന്നാൽ അതിനുശേഷം പെട്ടി തുറന്ന് പരിശോധിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങളത് ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് രാഹുലും ഷാഫിയും വിശദീകരിക്കുന്നത്. ആ സമയത്ത് അതിന് ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് അത്തരത്തിൽ മോശമായി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് വിവരിക്കുന്നു. മാത്രമല്ല, അതിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി കാണാൻ കഴിയും. ആ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന രീതി, ആ ചോദ്യം ചെയ്യുമ്പോൾ സംസാരിക്കുന്ന വാക്കുകളടക്കം വലിയ രീതിയിൽ വിവാദമാകുന്ന പശ്ചാത്തലമുണ്ട്. നിന്റെ സർവീസിനുള്ള പാരിതോഷികം ഞാൻ തന്നോളാം എന്നുള്ളതാണ് രാഹുൽ അത്തരത്തിൽ സംസാരിക്കുന്നത്. മാത്രമല്ല, സംസാരത്തിൻ്റെ ഇടയിൽ UDF MLAമാരുടെയും MPമാരുടെയും മാത്രം വാഹനമാണോ പിടിച്ച് നിങ്ങൾ പരിശോധിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. LDF-ന്റെ ആരെയെങ്കിലും നേതാക്കളുടെ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഇന്നലെ രാത്രിയിൽ 10 മണിക്ക് ശേഷം ആ സംഭവം നടന്നത്. എന്തായാലും സംഭവം നടന്നതിന് പിന്നാലെ, അത് വിവാദമായതിന് പിന്നാലെ വിശദീകരണവുമായി ആദ്യഘട്ടത്തിൽ രാഹുലും ഷാഫിയും രംഗത്തെത്തിയിരുന്നു. പരിശോധനകൾ നടത്തുന്നത് ഞങ്ങൾ എതിരല്ല, പക്ഷേ അവർ അപമര്യാദയായി പെരുമാറി എന്നുള്ള കാര്യമാണ് അത്തരത്തിൽ രാഹുലും ഷാഫിയും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ പറയുന്നത് ഇത് പാലക്കാട് പെട്ടി
വിവാദം പോലെ ഒരു പെട്ടി വിവാദം ഉണ്ടാക്കിക്കൊണ്ട് വരാനുള്ള ശ്രമമാണ് ഉണ്ടായത്. അവിടെ പരാജയപ്പെട്ടത് ഇവിടെ നടപ്പിലാക്കാനാണ് ശ്രമിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് അത്തരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിവാദമായി ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നു. AP അനിൽകുമാർ ഇതൊരു ആസൂത്രിതമായ ഉള്ള ഒരു പരിശോധനയാണ് എന്ന് പോലും ആരോപിക്കുന്നതിലേക്ക് രംഗത്തെത്തി. മാത്രമല്ല KPC പ്രസിഡന്റ് ചോദിക്കുന്നത് MP-മാരുടെയും MLA-മാരുടെയും വാഹനങ്ങൾ ആരെങ്കിലും തടയാറുണ്ടോ, പരിശോധിക്കാറുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഇലക്ഷൻ സമയത്ത് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതുമുണ്ട്. LDF ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് തങ്ങളുടെ MP-മാരുടെ വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. PK ബിജുവിൻ്റെ വാഹനം 4 തവണ പരിശോധിച്ചു, K രാധാകൃഷ്ണൻ്റെ വാഹനം പരിശോധിച്ചു. അങ്ങനെ സമാനമായ രീതിയിൽ തങ്ങളുടെ MP-മാരുടെയും വാഹനങ്ങൾ പരിശോധിക്കാറുണ്ട്, തങ്ങളുടെ നേതാക്കളുടെ വാഹനങ്ങൾ പരിശോധിക്കാറുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് CPM വിശദീകരിക്കുന്നത്. ഇത് വിവാദമാക്കേണ്ട യാതൊരു കാര്യവുമില്ല. മാത്രമല്ല ഈ നേതാക്കളുടെ ഭാഗത്തു നിന്ന്, ഷാഫിയുടെയും രാഹുലിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായത് പക്വതയില്ലാത്ത പ്രതികരണമാണ് എന്ന് A വിജയരാഘവൻ അടക്കമുള്ള LDFിൻ്റെ നേതാക്കൾ ഏതായാലും വിശദീകരിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഭീഷണിയുടെ സ്വരത്തോടു കൂടി ഉദ്യോഗസ്ഥരോട് സംസാരിച്ചതിനെതിരെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെയും ചട്ടങ്ങളുടെയും ഭാഗമായി മാത്രം നടക്കുന്ന ഒരു പരിശോധന. ആ പരിശോധനയോട് സഹകരിക്കാതെ അതിനെ രാഷ്ട്രീയ വിവാദത്തിലേക്ക് എത്തിക്കാനും അത് പാലക്കാട് നടന്ന സംഭവവുമായി കൂട്ടിയോജിപ്പിക്കാനുമുള്ള UDF-ൻ്റെ ശ്രമം, UDF-ന് മറ്റ് വിഷയങ്ങളിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നു. പെൻഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിരോധത്തിലായത്, അതുപോലെ തന്നെ മറ്റ് പല വിഷയങ്ങളും ഉയർത്തിക്കൊണ്ടുവന്ന പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് വഴിമാറ്റിവിടാനുള്ളൊരു ശ്രമമായി പോലും കരുതാമെന്ന് LDF നേതാക്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. എന്തായാലും പരിശോധനകൾ ഇപ്പോൾ ജില്ലയുടെ പല ഭാഗങ്ങളിലും തുടരുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് പോലെയുള്ള 3 സ്പോട്ടുകളിൽ ഇത്തരത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. നമുക്കിപ്പോഴും കാണാം ആ ഉദ്യോഗസ്ഥർ ഇവിടെ ആ പരിശോധനയുടെ ഭാഗമായി ആ ഉദ്യോഗസ്ഥർ ഇവിടെ നിൽക്കുന്നുണ്ട്. അവർ വാഹനങ്ങൾ വരുന്ന സമയത്ത് സംശയം തോന്നുന്ന അല്ലെങ്കിൽ മുഴുവൻ വാഹനങ്ങളും പരിശോധിക്കുക എന്നത് സ്വാഭാവികമായി നടപടിയുള്ള സാഹചര്യമല്ല. കാരണം നിരവധി വാഹനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ കഴിയാവുന്നത്ര വാഹനങ്ങൾ പരിശോധിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ വാഹനങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പരിശോധിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ ടാക്സി പെർമിറ്റുള്ള വാഹനങ്ങളൊക്കെ കൂടുതൽ സൂക്ഷ്മമായി വിലയിരുത്തുകയും പരിശോധിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ആ രീതിയിലാണ് ഈ പരിശോധന മുന്നോട്ട് പോകുന്നത്. എന്തായാലും അത് കൂടുതൽ സമയം ഇതൊരു രാഷ്ട്രീയ വിവാദമായി മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഇനി നോക്കിയിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കമുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ എന്താണ് എന്ന് നോക്കേണ്ടതുണ്ട്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ രാഹുലും ഷാഫിയും ആ ഒരു പരിശോധനയ്ക്ക് പിന്നാലെ ഉദ്യോഗസ്ഥരോടക്കം ഇത്തരത്തിൽ കടുത്ത് സംസാരിക്കുകയും രാഹുലിൻ്റെ സംസാരത്തിൽ ഭീഷണിയുടെ സ്വരമുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉയരുകയും ചെയ്തതാണ് പിന്നീട് ഈ വിഷയം സജീവ ചർച്ചയാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. എന്തായാലും ഇരുവിഭാഗവും അത് സജീവമായ ചർച്ചയിൽ നിലനിർത്തുന്നുണ്ട്. അത് പാലക്കാട് പെട്ടി വിവാദവുമായി ബന്ധപ്പെടുത്തി അതിനെ ഉയർത്തിക്കൊണ്ട് വരാനുള്ള ശ്രമമാണ് KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ അത് ഉദ്യോഗസ്ഥരെ കേവലം ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പരിശോധന, അത് ഉദ്യോഗസ്ഥരെ അടക്കം ഭീഷണിപ്പെടുത്തി അത് ഇല്ലാതാക്കാനുള്ള ശ്രമം LDFിൻ്റെ ഭാഗത്തു നിന്ന് UDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് LDFിൻ്റെ ക്യാമ്പും മുന്നോട്ട് വെക്കുന്നത്. അതെ, അത് തന്നെയാണ് ആസിഫ്. ഇപ്പോൾ ആസിഫ് പറഞ്ഞതുപോലെ അവിടെ പരിശോധനകൾ സ്വാഭാവികമായ നടപടി പോലെ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം പരിശോധനകൾ എന്തിന് എന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. പക്ഷേ എന്നാൽ പോലും ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിൽ വീണ്ടും ഒരു പെട്ടി വിവാദം വന്നിരിക്കുന്നു എന്നുള്ളതാണ് നിലമ്പൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ജനപ്രതിനിധികളുടെ വാഹനങ്ങൾ പരിശോധിച്ചു, പക്ഷേ പെട്ടി തുറന്നു നോക്കിയില്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അടക്കം ഇക്കാര്യത്തിൽ പ്രധാനമായും പറയുന്നത്. നിരവധി നേതാക്കളുടെ പ്രതികരണങ്ങളും ഈ വിഷയത്തിൽ നമ്മൾ കേട്ടുകഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് ജനപ്രതിനിധികളുടെ വാഹനങ്ങൾ പരിശോധിക്കാറില്ല എന്ന കോൺഗ്രസ് വാദം തള്ളി CPIM തന്റെ വാഹനം പലതവണ പരിശോധിച്ചിട്ടുണ്ട് എന്ന് K രാധാകൃഷ്ണൻ MP പറയുന്നു. വാഹനത്തിൽ നിന്നിറങ്ങി പരിശോധനയ്ക്ക് സൗകര്യം ഒരുക്കുകയാണ് താൻ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സാധാരണഗതിയിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ചെയ്യുന്നൊരു കാര്യമാണ്. മന്ത്രിയായിരിക്കുമ്പോൾ മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ സഞ്ചരിക്കുന്ന സമയത്ത് നിരവധി പ്രാവശ്യം എൻ്റെ വണ്ടി പരിശോധിക്കുകയുണ്ടായി. ആ പരിശോധിക്കുന്ന സമയത്തെല്ലാം തന്നെ പരിശോധനയ്ക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. പരിശോധന എല്ലാം കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ അവർ സോറി പറയാറുണ്ട്, സാറേ ഞങ്ങൾ പിന്നെ ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാരത് പെരുമാറുക. ആരെയും ഹരാസ് ചെയ്യുന്ന ഒരു സമീപനം അവിടെ സ്വീകരിക്കുന്നത് ഞാൻ കണ്ടില്ല. എൻ്റെ വണ്ടി പല സമയത്തും പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പരിശോധനയ്ക്ക് നമ്മൾ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ സംസാരത്തിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല.
മന്ത്രി വി അബ്ദുറഹ്മാന്റെ കാർ പരിശോധിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു.